പക്ഷെ ഞാനൊരു വീഡിയോ കാണാനിടയായി. അപ്പൊ ആ വീഡിയോ കണ്ടപ്പോൾ അതിലൊരു സ്വാമിയുടെ പേര് എന്ന് വെച്ചാൽ മഹാമണ്ഡലേശ്വർ ആനന്ദവനം സ്വാമികള് ഒരു ബലിതർപ്പണങ്ങളെ കുറിച്ചും അതുപോലെ നമ്മുടെ പൂർവികർ ചെയ്തു വന്നിരുന്ന കർമ്മങ്ങളെ കുറിച്ചും സംസാരിക്കുന്ന ഒരു വീഡിയോ കാണാനിടയായി. പക്ഷെ അതിനെ കുറിച്ചൊരു വിശദീകരണം തരാമോ? ആനന്ദവനം സ്വാമികൾ പറഞ്ഞത് വളരെ ശരിയാണ്. പൂർവികമായപ്പോ മഹാമഹോത്സവം തന്നെ വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ ഒരു കാര്യമാണ്. അതിനെ നമ്മുടെ ഈ സംസ്കൃതിയിലേക്ക് കൊണ്ടുവന്നത് തന്നെ ഒരു മഹത്തായ കാര്യമാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ പൂർവികമായ ആചാരങ്ങളൊക്കെ. അതിൽ ഉള്ളില്ലാത്ത ആചാരമുണ്ട്, നല്ലതും ഉണ്ട്. അപ്പൊ നമുക്ക് സമൂഹത്തിന് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എടുക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിൽ പൂർവികമായ കർമ്മങ്ങൾ സ്വാമിജി പറഞ്ഞത് വളരെ കൃത്യമാണ്. അപ്പോ നമ്മുടെ പരദേവത, കുലദേവത, രണ്ട് സങ്കല്പങ്ങളുണ്ട്. പരദേവത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില കുടുംബങ്ങളിൽ വെച്ചാരാധന ഉണ്ടായിരുന്നതാണ്. അപ്പൊ ആ വെച്ചാരാധന മിക്കവാറും നമ്മുടെ ഇവിടെ കാളിയൊക്കെയാണ്. അത് വടക്കൻ ചൊവ്വയായിട്ടൊക്കെ ചില സ്ഥലത്ത് ഇരിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് കൊടുക്കേണ്ട കർമ്മങ്ങൾ അവരെങ്ങനെയാണോ പൂർവികർ ആചരിച്ചിരുന്നത്, ആ കർമ്മ രീതികളെല്ലാം ഇപ്പൊ മാറിപ്പോയപ്പോ പല കുടുംബങ്ങളിലും ദേവതക്കോ പോലെ ദേവത കോപിക്കില്ല. ദേവത ഇപ്പോഴും അനുഗ്രഹകലയായിട്ടിരിക്കുന്നതാണ്. അപ്പൊ പലരും പറയും ഈ പൂർവിക കർമ്മങ്ങൾ, സ്വാമി അതില് ബലി തർപ്പണങ്ങളെ കുറിച്ചിട്ടാണല്ലോ പറഞ്ഞത്. അപ്പൊ ബലി ആവശ്യമാണ്, അത് വേണ്ടിയെടുത്ത്. അപ്പൊ പൂർവിക കർമ്മങ്ങൾ അങ്ങനെ ചെയ്തിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്താൽ ദോഷമാകുമോ, നമ്മൾ അടുത്ത തലമുറ അത് ചെയ്യുമെന്ന് പേടിച്ചിട്ടാണ് പലരും അത് ചെയ്യാത്തത്. അപ്പോ അതിന്റെ ഒരു ആവശ്യമില്ല. നമ്മൾ തന്നെ ഭഗവാൻ പറയുന്നത് നീ നിന്റെ കർമ്മത്തെ ചെയ്യുമെന്നല്ലേ. ഇപ്പൊ ഒരു 40 വയസ്സൊക്കെ ആയാലും അല്ലെ 50 വയസ്സായ പല കുടുംബങ്ങളും കുറെ വർഷങ്ങളായിട്ട് ചെയ്യാതിരിക്കുന്നുണ്ട്. ചിലപ്പോൾ അവർ 40 വയസ്സ് 50 വയസ്സാകുമ്പോഴായിരിക്കും ഈ പൂർവിക കർമ്മത്തെ കുറിച്ച് അവർ അറിയുന്നു, ചെയ്യാൻ ശ്രമിക്കുന്നു. അവരുടെ മക്കൾ ഒരുപക്ഷെ ആ കാലഘട്ടം, ഇതിന് പൂർവിക കർമ്മങ്ങൾ ചെയ്യാൻ തന്നെ ഒരു സമയവും കാലവും എല്ലാം ഉണ്ട്. ആ കർമ്മം ആ സമയം എത്തിക്കഴിയുമ്പോൾ അത് താനേ വന്നു ചേരും. അപ്പോ പൂർവിക കർമ്മം തീർച്ചയായിട്ടും ചെയ്യേണ്ടതാണ്. അപ്പൊ അതിന് തന്നെ ഒരു നിയമമുണ്ട്. ജ്യോതിഷത്തിൽ, ആസ്ട്രോളജിയിൽ ഒരു നിയമമുണ്ട്. ദൈവം മൂട്ടുകയും തണ്ണീരമൃതം പായസം പുന കുരുതി വെള്ളരപ്പാലും മൂട്ടുപാട്ടുകളും എന്നിവ ഏത് ചെയ്വതു പണ്ടുള്ളവരെന്ന് അറിഞ്ഞ് അത് ചെയ്യ വേണം. ധർമ്മദൈവം പ്രസാദിച്ച് കുളിർപ്പൂ തറവാടുകൾ. അപ്പൊ ഏത് ചെയ്വതു, എന്ത് ചെയ്യുവാണെങ്കിലും പണ്ടുള്ളവർ എന്തെന്ന് അറിഞ്ഞ് അത് ചെയ്യ വേണമെന്നാണ്. അപ്പൊ പണ്ടുള്ളവർ എന്താണോ കർമ്മങ്ങൾ അനുഷ്ഠിച്ചിരുന്നത്, അതിപ്പോ ചില നായർ സമൂഹങ്ങളിലൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ മറ്റു പല സമുദായങ്ങളിൽ ഇപ്പോ തേനും പാലും കൊടുത്ത് ആചരിച്ചിരുന്ന ദേവതകളെ അതേ രീതിയിൽ തന്നെ ആചരിക്കണം. അവർക്ക് തേനും പാലുമാണ് കൊടുക്കേണ്ടത്. ഇപ്പോ മത്സ്യമാംസാദികൾ കൊടുത്ത് ആചരിച്ചിരുന്ന ദേവതകളാണെങ്കിൽ അത് തന്നെയാണ് കൊടുക്കേണ്ടത്. അപ്പോ പല ദേവതകൾക്കും മദ്യം കൊടുത്ത് ആചരണങ്ങളുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഒത്തിരി ഭാരതത്തിൽ പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട്. കാരണം നമ്മള് മദ്യം കുടിച്ച് ശീലിച്ച ഒരാളെ നമ്മളൊരു ദിവസം കൊണ്ടുപോയിട്ട് പച്ചവെള്ളം കൊടുത്തിട്ട് കാര്യമുള്ളൂ. എന്താണോ ഇത് ഒരു എനർജിയാണ്. ആ എനർജി എങ്ങനെയാണോ ആ എനർജി സോഴ്സ് അവിടെ എത്താനായിട്ട് പല മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങൾ ആണ് നമ്മൾ കൃത്യമായിട്ട് ചെയ്യേണ്ടത്. അതിൽ തന്നെ പറയുന്നു ചതുർത്ഥ്യനാദസ്തു ദൈവതം യത്തസ്യാനുരൂപം ഖലു ധർമ്മദൈവം തൽ ക്രിയതേ യൽ ക്രിയതേ സ്വപൂർവേ പൂജാധികം തത്വ വിധേയമൊക്കായി. അത് സ്വപൂർവയും പൂജാധികം, ആ പൂർവികർ എന്താണോ ചെയ്തിരുന്നത് ആ രീതിയിൽ തൽ പ്രിയതേ യൽ പ്രിയതേ, ആ ദേവതയ്ക്ക് എന്താണ് പ്രിയമായിട്ടുള്ളത് ആ ക്രിയയാണ് അവിടെ ചെയ്യേണ്ടത്. തൽ പ്രിയതേ യൽ പ്രിയതേ സ്വപൂർവയും പൂജാധികം തത്വ വിധേയമൊക്കായി. ആ പൂർവികർ എന്താണോ ചെയ്തിരുന്നത് അത് ചെയ്യുമ്പോൾ ആ പരദേവത നമ്മളെ പ്രസാദിപ്പിക്കും. ഇപ്പൊ നമ്മൾ ജീവിക്കുന്നത് എവിടെയാണ്? കൂടുതൽ എവിടെയാണ്? എല്ലാവരും ക്ഷേത്രത്തിൽ പോകുന്നുണ്ട്. നമ്മുടെ ഗ്രഹം തന്നെയാണ് നമ്മുടെ ഗ്രഹം തന്നെയാണ് അമ്പലം. അങ്ങനെയാണല്ലോ. അതാണ് നമ്മൾ അമ്പലത്തിൽ പോകുന്നത് വളരെ കുറവാണ്. ചിലപ്പോ നിത്യവും പോകുന്നവരുണ്ട്, ആഴ്ചയിൽ പോകുന്നവരുണ്ട്, മാസത്തിൽ പോകുന്നവരുണ്ട്. പക്ഷെ നമ്മൾ ജീവിക്കുന്നത് എപ്പോഴും എവിടെയാ? നമ്മുടെ ഗ്രഹത്തിലാണ്. അപ്പൊ ഗ്രഹത്തെ ദേവാലയമാക്കി മാറ്റിയാൽ എല്ലാ പ്രശ്നങ്ങളും തീരും. അപ്പൊ ഗ്രഹത്തെ എങ്ങനെയാണ് ദേവാലയമാക്കുന്നത്? ആ ഗ്രഹത്തിലെ പൂർവികമായിട്ടുള്ള പരദേവത അവിടെ വേണം. ആ പരദേവതയുടെ സാന്നിധ്യം വേണം. നമ്മൾ വിളക്ക് വെക്കുന്ന സമയത്ത് പരദേവതയെ ചിന്തിക്കണം. അപ്പൊ പരദേവതയുടെ സാന്നിധ്യം, ആ ഊർജത്തെ അവിടെ ഉറപ്പിക്കാൻ വേണ്ടി നമ്മൾ അവിടെ കൊടുക്കുന്ന ഒരു ഫോഴ്സാണ് ഈ നിവേദ്യങ്ങളൊക്കെ. ആ നിവേദ്യം വെച്ച് ആചരിക്കണം. ആചരിക്കുമ്പോൾ ദേവത പ്രസാദിക്കും. അതുപോലെയാണ് കുലദേവത. കുലദേവത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂർവികരായിട്ടുള്ള നമ്മുടെ ആചാര്യന്മാര്, നമ്മുടെ കാർമ്മന്മാര് ഒരു ദേവതയെ പൂർവിക ദേവതയായി എവിടെയെങ്കിലും വെച്ച് ആചരിച്ചിട്ടുണ്ടാവും. അത് നമ്മുടെ തലമുറയ്ക്ക് പകർന്നു പോകും. ഇതാണ് എന്റെ കുലകർമ്മം വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഇത് കുലദേവതയാണ് എന്ന് കാണിച്ചുകൊണ്ട് മുന്നിൽ കാണിച്ചിരുന്ന ക്ഷേത്രങ്ങളാണ് കുലധർമ്മ ക്ഷേത്രങ്ങൾ. അപ്പൊ ആ കുലദേവത വേറെയാണ്,
പരദേവത വേണ്ട. പരദേവത വീട്ടിൽ വെച്ച് ആരാധിച്ചിരുന്നതാണ്. അപ്പൊ ആ ആരാധന രീതി അല്ലെങ്കിൽ ആ മൂർത്തി ഭാവത്തേക്ക് പലപ്പോഴും എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ നമ്മുടെ സംരക്ഷണത്തിന് പൂർവ്വീകർ വെച്ചാരാധന ഉണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് കളഞ്ഞെങ്കിലും ആ ദേവത പ്രസൻസ് അവിടെ ഉണ്ടാവും. അപ്പൊ ആ പരദേവതയ്ക്ക് അവിടെ വെച്ചാരാധന ഇല്ലെങ്കിലും ദേവതയെ നമ്മൾ മനസ്സിൽ തോന്നിയിട്ട് നമ്മളൊരു വിളക്ക് വെച്ച് ഈ ദേവതയ്ക്ക് വേണ്ടിയുള്ള പ്രസന്ന പൂജ, അതായത് എങ്ങനെയാണ് നിവേദ്യങ്ങളെല്ലാം ഇഷ്ടമുള്ളത് മത്സ്യമായാലും മാംസമായാലും ആ രീതിയിൽ വെച്ചുകൊണ്ടുള്ള പൂജകൾ ചെയ്യാം. അത് കൗളമാർഗത്തിലാണ് പലപ്പോഴും ചെയ്യുക. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ദേവത അനുഗ്രഹിക്കും. അതായത് നമ്മൾ പല വീടുകളിലും കാണുന്നത് മത്സ്യം കഴിക്കും, മാംസം കഴിക്കും. ദേവതയ്ക്ക് കൊടുക്കാൻ പേടിയാണ്. നമ്മളെന്തോ അതാണ് ദേവത. ഈ ദേവത വസിക്കുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ തന്നെയാണ്. തത്വമസി എന്ന തത്വം അത് തന്നെയല്ലേ, നീ തന്നെയാണ് ഞാൻ. അപ്പൊ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ദേവത ഈ മാംസം കൊണ്ട് നിർമ്മിതമാണല്ലോ നമ്മുടെ ശരീരം. അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലിരിക്കുന്ന ദേവതയെ നമ്മൾ എന്താണ് ഭക്ഷണം കഴിക്കുന്നത് അതാണ് നമ്മൾ നിവേദ്യമായിട്ട് വെച്ചു കൊടുക്കേണ്ടത്. മറ്റത് ഇരട്ടത്താപ്പല്ലേ. അപ്പൊ അതുകൊണ്ടാണ് ആനന്ദവയം സ്വാമികൾ വളരെ വ്യക്തമായിട്ട് അതിന്റെ അടുത്ത് പറയുന്നുണ്ട്. അദ്ദേഹത്തെ പോലെ വലിയൊരു ആചാര്യൻ അതിനെ കുറിച്ച് പറയണമെങ്കിൽ അതൊരു കാര്യമില്ലാണ്ട് പറയില്ലല്ലോ. അതിന്റെ നിയമമാണ്, 2 നിയമങ്ങൾ ഞാൻ ജ്യോതിഷത്തിലുള്ളത് ഇവിടെ പറഞ്ഞു. അപ്പൊ പക്ഷെ എനിക്കൊരു സംശയം, ഇതില് നമ്മുടെ മീൻസ് നമ്മുടെ പൂർവികർ വെച്ച് അവരെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് എങ്ങനെ അതിനെ കാണാൻ സാധിക്കും? അതാണ് ചതുർത്ഥ നാദസ്തു ദൈവതം വ്യത്യസ്യാനുരൂപം കലുധർമ്മതയും. ജ്യോതിഷത്തിലാണെങ്കിൽ 4ാം ഭാവത്തിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിൽക്കുന്ന 4ാം ഭാവത്തിൽ ഗ്രഹങ്ങളെ നോക്കിക്കൊണ്ട് ആ ദേവതകളെ ഏതാണെന്ന് കണ്ടുപിടിക്കാം. അതുകൊണ്ടാണ് ചതുർത്ഥ നാദസ്തു ദൈവതം വ്യത്യസ്യാനുരൂപം കലുധർമ്മ ദൈവം എന്ന് പറയുന്നത്. നിയമമുണ്ട്. ഈ നിയമം വെച്ചുകൊണ്ട് തന്നെയാണ് ഇതെല്ലാം പറയുന്നത്. അല്ലെങ്കിൽ നിയമമെല്ലാം തെറ്റായിരിക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ കുലദൈവങ്ങളെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ കണ്ടുപിടിച്ച് നമുക്ക് അവർക്ക് വേണ്ടത് കൊടുത്തു കഴിഞ്ഞാൽ അവര് നമ്മളെ പ്രസാദിക്കും. തീർച്ചയായിട്ടും ആ പരദേവതയുടെ അനുഗ്രഹം കുടുംബത്തിനുണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ, പരദേവത കുടുംബത്തിലാണ് ഇരിക്കുന്നത്. ആ പരദേവതയെ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ ആണ് മറ്റ് ദേവതകളെ നമുക്ക് അനുഗ്രഹം കിട്ടുള്ളൂ. കുടുംബദേവതയുടെ അനുഗ്രഹം ആദ്യം വേണം. കുടുംബദേവതയാണ് നമ്മുടെ മറ്റ് ദേവതകളിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. അപ്പൊ ആദ്യം പരദേവതയുടെ പ്രീതിയാണ് ഒരു ഗ്രഹത്തിൽ വേണ്ടത്. മനസ്സിലായി?